5.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടൂ വീലറിൽ 6 ലിറ്ററിലധികം പെട്രോൾ നിറച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. 600 സംതിങ്ങിന് പുറത്തു പോയി. അപ്പോൾ നോർമലായിട്ട് നമ്മൾ നോക്കുമല്ലോ. അത് എണ്ണ അവരുടെ 5 ലിറ്ററിൻ്റെ ക്യാനിൽ അടിച്ച് അതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാലും 6 മേളിൽ കയറും. കമ്പനി പറയുന്നില്ല, ഏത് വണ്ടിയാണേലും നമുക്ക് കുത്തി നിറയ്ക്കാൻ പറ്റും. ഒരു എയർ ഫിൽ എന്ന് പറഞ്ഞാൽ അല്ല, ഓൾറെഡി അതിൽ ഉണ്ടായിരുന്നല്ലോ. ഇവർ അതിലൊരു കട്ട ഉണ്ടായിരുന്നു. ഈ 5 ലിറ്റർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലോ? 5 ലിറ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ അങ്ങനെ പറ്റത്തില്ല. 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിക്കകത്ത് അടിച്ചാൽ അറിയാൻ പറ്റും. അത് നമ്മൾ മറ്റേ ലീഗൽ മെട്രോളജി പറയുന്നില്ല. നമുക്ക് 5 ലിറ്റർ, നമുക്കിപ്പോൾ ഒരു സംശയം മാറ്റാൻ സ്റ്റാൻഡേർഡ് അളവെന്ന് പറഞ്ഞാൽ 5 ലിറ്റർ മാത്രമേ ഉള്ളൂ. വേറെ അളന്ന് കാണിക്കാൻ പറ്റില്ല. ഏത് പമ്പിലാണ് പ്രശ്നം ഇല്ലാത്തത് എന്ന് പറയാം. ഏത് പമ്പിലാണ് പ്രശ്നം ഇല്ലാത്തത്? അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ഏറെ കയറി വരും എന്ന് പറഞ്ഞത്. അത് ഏറെ കയറി വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എയറിൻ്റെ കാശും കൂടെ ഞാൻ തരണമെന്ന് ചോദിച്ചു. മെയിൻ ബോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ 2 OTP, ഒന്ന് ഓപ്പറേറ്റർക്കും ഒന്ന് മെയിൻ ഓഫീസർക്കും പോകണം. ആ OTP അടിച്ചു കൊടുത്താലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സീല് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ അളവ് വരുന്നതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശരിയല്ല. കാര്യം ഇവർ എന്താ പരിപാടി കാണിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷേ ഇത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമസ്കാരം. അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ഫ്യൂവൽസിനെതിരെ ഒരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. 5.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടൂ വീലറിൽ 6 ലിറ്ററിലധികം പെട്രോൾ നിറച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഓൾറെഡി ഫ്യൂവൽ ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ 6.195 ലിറ്റർ പെട്രോൾ അടിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അസ്ലാമാണ് ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അസ്ലാം, എന്താ സംഭവിച്ചത്? ഞാൻ നോർമലായിട്ട് അടിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 450 അപ്പോൾ ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ ഓൾറെഡി പെട്രോൾ അതിൽ ഒരു ഘട്ടം ഉണ്ട്. അപ്പോൾ ഒരു 500 രൂപ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം. എന്നാലും ഇതിപ്പോൾ വന്നേക്കെന്ന് പറയുമ്പോൾ 650 രൂപ സംതിങ് വന്നിട്ടുണ്ട്. 649 രൂപ വന്നിട്ടുണ്ട്. ഞാൻ ഇത് ചോദിച്ചത് എന്താ, അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ എയർ കയറി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോൾ എയറിൻ്റെ കാശും കൂടെ ഞാൻ തരണമെന്ന് ചോദിച്ചു. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇതിപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ലീഗലായിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഇപ്പോൾ ഇവരും ഏത് മോഡൽ 100 രൂപയുടെ കാര്യമല്ല, 100-200 രൂപയുടെ കാര്യമില്ല. കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇത് ഭയങ്കര ഒരു എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്കുണ്ട്. ഇപ്പോൾ ഞാൻ വർക്കിന് ഞാൻ പോയില്ല, ഞാൻ എൻ്റെ വർക്ക് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ അതാണ് എനിക്ക് ധാർഷ്ട്യം. അതാണല്ലോ. അതായത് ഇത് സുസുക്കിയുടെ ബെർഗ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിന് 5.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. ഷോറൂമുകാരുമായിട്ട് ഞാൻ 2 ഷോറൂമുകാരെ വിളിച്ച് സംസാരിച്ചാണ് 5.5 ലിറ്റർ കൂടുതൽ അടിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ഇതിൽ ഒരു ബാറോളം ഇതിൻ്റെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, ഒരു ബാറ് ഈ പെട്രോൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചാൽ പോലും എന്തായാലും ഒരു 4 ലിറ്റർ മാക്സിമം അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 4.5 ലിറ്റർ മാക്സിമം അടിക്കാൻ പറ്റും. 6 ലിറ്റർ ആണെങ്കിൽ പോലും അത് ടാങ്ക് ഫുള്ള് കാലിയാണെങ്കിൽ മാത്രമേ അത്രയും അടിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി എണ്ണ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ പമ്പ് അധികൃതർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ലീഗൽ മെട്രോയുടെ ഇതനുസരിച്ച് പുള്ളി അടിച്ച മീറ്ററിൽ 5 ലിറ്ററിന് ക്യാനുണ്ട്. ക്യാനിൽ അടിച്ച് കാണിക്കാം. അതാണ് നമ്മുടെ അളവ്. ക്യാനിൽ വണ്ടി എന്തായാലും 6 ലിറ്ററിൻ്റെ അല്ലല്ലോ അടിച്ചത്. അത്ര 600 നമ്മുടെ ലീഗൽ മെട്രോളജി അനുസരിച്ച് 5 ലിറ്ററിന് ക്യാനിൽ അടിച്ച് കാണിക്കാം. എണ്ണ അവരുടെ 5 ലിറ്ററിൻ്റെ ക്യാനിൽ അടിച്ച് അതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത്. നിലവിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ പെട്രോൾ ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. ലീഗൽ മെട്രോളജി സർട്ടിഫൈഡ് ക്യാനാ സർട്ടിഫിക്കറ്റ് വേണം കാണിച്ചത്. എന്ത് സംഭവിച്ചതാവും? അപ്പോൾ 6 ലിറ്റർ വണ്ടിയുടെ ടാങ്കിന് നമുക്ക് കപ്പാസിറ്റി അറിയത്തില്ല, അത് നമുക്കറിയത്തില്ല. അതിനകത്ത് ഇച്ചിരി എന്തായാലും കൂടുതൽ ഇപ്പോൾ കാറിൻ്റെ ആണെങ്കിലും ഇത് വരുന്നതാണ്. ഇപ്പോൾ കമ്പനി പറയുന്ന കപ്പാസിറ്റി ഒരു ഗ്യാപ്പ് എന്തെങ്കിലും കാണും. നമ്മൾ ഫുൾ അടിക്കാൻ പറയുമ്പോൾ ഫുള്ള് കുത്തി നിറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കൂടുതൽ വരും.
അത് കാണിക്കുന്നതാണ്. അപ്പം നമ്മൾ അഞ്ചെന്ന് പറഞ്ഞാലും 6 മേളിൽ കയറും. കമ്പനി പറയുന്നില്ല, ഏത് വണ്ടിയാണേലും നമ്മുടെ സ്കൂട്ടിയിൽ സംഭവം ഉള്ളതാണ്. നമുക്ക് കുത്തി നിറയ്ക്കാൻ പറ്റും. ഒരു എയർ ഫീൽ എന്ന് പറഞ്ഞാൽ അല്ല ഓൾറെഡി അതിൽ ഉണ്ടായിരുന്നല്ലോ. ഇവർ പറയുന്നത് അതിലൊരു കട്ട ഉണ്ടായിരുന്നു, ഒരു കട്ട ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. ഇതിപ്പം നമ്മൾ ലീഗൽ മെട്രോളജി എല്ലാ പ്രാവശ്യവും സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വിത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 3 മാസം കൂടുമ്പോൾ മെട്രോളജി സർട്ടിഫൈ ചെയ്യുന്ന എല്ലാ കൊല്ലവും അവർ സർട്ടിഫൈ ചെയ്താണ് അവർ വിടുന്നത്. ആ നമുക്ക് 5 ലിറ്റർ ഞങ്ങൾക്ക് വേറെ അളവുകളൊന്നും ഇല്ല. 5 ക്യാൻ മാത്രമേ അടിക്കാനുള്ള അളവുകൾ. മെട്രോളജി സ്റ്റാമ്പ് ചെയ്ത് തരുന്ന ക്യാനാണ്. ഇതിൽ 5 ലിറ്റർ ആണെങ്കിലും ഇന്ത്യൻ ഓയിൽ ആണെങ്കിലും ഏത് കമ്പനിയിലും നമുക്ക് 5 ലിറ്റർ ക്യാനിൽ അടിച്ച് കാണിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിക്കകത്തുനിന്ന് അത് നമുക്കറിയത്തില്ല. നമ്മുടെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇത് 5 ലിറ്ററിൻ്റെ ക്യാനിൽ കറക്റ്റ് അടിച്ച് കാണിക്കുക. ഇത് ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ചെയ്ത ഇതാണ്. അപ്പോൾ വണ്ടിക്കകത്ത് എന്തായാലും ഉണ്ടായിരുന്നു അതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ടാങ്ക് പറയുന്ന പറഞ്ഞാൽ എയർ ഫീലിലൂടെ കൂട്ടിയായി കറക്റ്റ് കപ്പാസിറ്റി പറയുന്നത്. അത് കൂട്ടി കഴിഞ്ഞാൽ 2-3 ലിറ്ററിനോടെ എക്സ്ട്രാ കയറും. അത് ടാങ്ക് അനുസരിച്ചാണ്. അല്ല, അപ്പം നമുക്ക് ഈ 5 ലിറ്റർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലോ? 5 ലിറ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ അങ്ങനെ പറ്റത്തില്ല. അത് നമുക്ക് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിക്കകത്ത് അടിച്ചാൽ അറിയാൻ പറ്റും. കറക്റ്റ് 1 ലിറ്റർ തന്നെ ആവും. അത് നമ്മൾ മറ്റേ ലീഗൽ മെട്രോളജി പറയുന്നില്ല. നമുക്ക് 5 ലിറ്റർ നമുക്കിപ്പോൾ ഒരു സംശയം മാറ്റാൻ, സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ മാത്രമേ ഉള്ളൂ. വേറെ അളന്ന് കാണിക്കാൻ പറ്റില്ല. എന്നാലും നമ്മളിപ്പോൾ 1 ലിറ്റർ അടിക്കണം എന്നുണ്ടെങ്കിൽ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി കൊണ്ടുവന്നാൽ നിങ്ങൾ അടിച്ചത് 1 ലിറ്റർ ആക്കി പറയുന്നില്ല. അല്ല, അതിനകത്ത് നോക്കുമ്പോൾ അപ്പോൾ അറിയാൻ കഴിയുമല്ലോ. നിയമത്തിൻ്റെ അല്ലേ നമുക്കിപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ സംശയം മാറാനുണ്ട്. 1 ലിറ്റർ കുപ്പിക്കകത്ത് നമുക്ക് അടിക്കാൻ നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. നിയമത്തിൻ്റെ അല്ല, 1 ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് നമുക്ക് അളന്ന് ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് അറിയാൻ കഴിയത്തില്ല. അതറിയാൻ വേണ്ടി അതിപ്പോൾ ഒന്ന് അടിച്ച് കാണിക്കാൻ പറ്റും. അത് സ്റ്റാൻഡേർഡ് അളവുണ്ട് 1 ലിറ്റർ. 1 ലിറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് മറ്റേ നിയമം ഇത് 1 ലിറ്റർ ആണെന്നുള്ള തെളിയിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ക്യാൻ കൊണ്ടുപോകും. അതിൻ്റെ നമുക്ക് അളക്കാം. ആ, അല്ലാതെ ഈ വേറെ ഇപ്പോൾ ഒരു വെള്ളക്കുപ്പിക്കകത്ത് പറ്റത്തില്ല. പല കമ്പനിയുടെ കുപ്പിലും ഈ വെള്ളം നമ്മൾ 1 ലിറ്റർ പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ പല സൈസായി 1 ലിറ്റർ കപ്പെന്നും പറഞ്ഞുകൊണ്ട് 3-4 കടയിൽ പോയി മേടിക്കുക. എന്നിട്ട് അത് വെച്ച് നടന്നു നോക്കുക. പലതും പല അളവായിരിക്കും. 1 ലിറ്റർ ഈ ഒരു കടയിൽ ഫസ്റ്റ് ഒരു കടയിൽ പോയി മേടിച്ചിട്ട് ആ 1 ലിറ്റർ എടുത്തിട്ട് അടുത്ത കടയിൽ നിന്ന് മേടിച്ചാൽ അത് 1 ലിറ്റർ ആകുമ്പോൾ വ്യത്യാസം കാണും. സംശയം ഉണ്ടെങ്കിൽ ഏത് അടുത്തുള്ള 2-3 കടയിൽ പോയി കയറി മേടിച്ച് നോക്കിയാൽ 2-3 കമ്പനിയുടെ എടുത്താൽ മതി. അതൊരിക്കലും സ്റ്റാൻഡേർഡ് അളവല്ല. സ്റ്റാൻഡേർഡ് അളവെന്ന് ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? എന്നാലും ഞാൻ നോർമൽ അടിക്കുന്നത് എനിക്കറിയാം. എന്നാലും ഒരു 250 രൂപയൊക്കെ മാറുമ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുമല്ലോ. ഞാൻ അതാ ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ അതല്ല പറഞ്ഞത്. ഞങ്ങൾക്കിപ്പം നമുക്ക് ലീഗൽ മെട്രോളജി വിത്ത് സീലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 5 ലിറ്ററിൻ്റെ ക്യാൻ ലീഗൽ മെട്രോളജി ആയിരുന്നു. ഇതിൽ 5 ലിറ്റർ ക്യാൻ അടിച്ചാലും ലോ ആണ്. ലോ അതിൽ അടിച്ച് കാണിക്കാം. നമുക്ക് ഇപ്പോൾ ഏത് മീറ്റർ ഏത് മിഷൻ എന്ന് വെച്ചാൽ ഏത് നോസിൽ നിന്നുള്ള അടിച്ച് കാണിക്കാൻ നമുക്ക് പറ്റും. അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്നൊരു ക്യാൻ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് വ്യത്യാസം കാണും. ചിലപ്പോൾ 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ചിലത് 5 കൂടുതലാണ് ഇത് കാണും. പിന്നെ വണ്ടിയുടെ കേസിൽ ഈ പറഞ്ഞതാണ് നമുക്ക് ഈ അളവിൻ്റെ വ്യത്യാസം ഏതായാലും കാണുകയാണ്. ഫുൾ ടാങ്ക് അവർ പറയുന്നത്, കമ്പനി പറയുന്നത് എയർ ഇല്ലാത്ത കപ്പാസിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്കിനും ഇപ്പോൾ 15 ലിറ്റർ പറയുകയാണെങ്കിൽ 16-17 ലിറ്റർ കയറും. അപ്പോൾ അതങ്ങനെ ഉള്ളതാണ്. പിന്നെ നേരത്തെ നിങ്ങൾക്കെതിരെ ഇങ്ങനെ പരാതി ഉണ്ടെന്ന് ഈ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി അറിയില്ല. രണ്ടിടത്ത് ഇങ്ങനെ പരാതിയായിട്ട് നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല. അടുത്തുള്ളവരൊക്കെ പറയുന്നത് നേരത്തെ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് പമ്പിലാണ് പ്രശ്നം ഇല്ലാത്തത് എന്ന് പറയാം. ഏത് പമ്പിലാണ് പ്രശ്നം ഇല്ലാത്തത്? വെറുതെ വല്ലതൊക്കെ ആളുകൾ പലതും പറയും. ആളുകൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ അളവ് ഇതാണ് അല്ലേ? നമ്മുടെ അളവ് ഇതാ. പക്ഷേ വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ലീഗൽ മെട്രോളജി വന്നിട്ട് അളന്നായിരുന്നു. എല്ലാം സർട്ടിഫൈ ചെയ്തതാണ്. ഇവിടെ പ്രശ്നം പരാതി പോയതിൻ്റെ പിറ്റേ ദിവസം വന്ന് അളന്നായിരുന്നു. അന്നൊരു കുഴപ്പമില്ലായിരുന്നു. അന്ന് മറ്റേ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് പരിശോധിച്ച് അളന്ന പിറ്റേ ദിവസം. നമുക്കിതിൻ്റെ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് സീലാ. ഈ ഓപ്പൺ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഡോറിലാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു മെയിൽ ഇതിൻ്റെ ഓപ്പറേറ്ററുണ്ട്. ഓപ്പറേറ്റർക്ക് ഒരു OTP പോകും. ഒരു OTP സെയിം ടൈമിൽ നമ്മുടെ ഓണറുണ്ട്, സാറിന് ഒരു OTP പോകും. ആ OTP രണ്ടും അടിച്ചു കൊടുത്താലേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓപ്പൺ ചെയ്താൽ, അതായത് ഇപ്പോൾ ഓപ്പറേറ്റർ വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ 2 പേർക്കും ലീഗൽ മെട്രോൾ ആയതുണ്ട്. ആ 2 OTPയും കൂടെ ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്താലേ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ സീൽ നമ്പർ ഉണ്ട്, സീൽ ചെയ്ത് വെച്ചേക്കുന്നത്. ആ സീൽ പൊട്ടിച്ച് നോക്കും. എങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കായിട്ട് യാതൊരു കൃത്രിമവും ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ ആവത്തില്ല. നേരത്തെ പറ്റുമായിരുന്നു, പഴയ മെഷീനിലൊക്കെ പറ്റും. ഇപ്പോഴത്തെ ഇതിൻ്റെ മെയിൻ ബോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ 2 OTP, ഒന്ന് ഓപ്പറേറ്റർക്കും ഒന്ന് മെയിൻ ഓഫീസർക്കും പോകണം. ആ OTP അടിച്ചു കൊടുത്താലേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഡിസ്പ്ലേ ഇത് ഓപ്പൺ ചെയ്ത് ഇതുണ്ടോ ഈ ഡോറ്, ഇത് ചുമ്മാ പറ്റത്തില്ല. ഇത് ഇലക്ട്രിക് ലോക്ക് ഇൻസ്റ്റാൾഡ്. OTP അടിച്ചു കൊടുത്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ, ഇതിലടിച്ചു കൊടുക്കണം. എന്നാലേ പറ്റത്തുള്ളൂ. ആ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് OTP അടിച്ചു കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ സീലുണ്ട്. സീല് പൊട്ടിച്ച് അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇൻ കേസ് ആ സീല് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് മെഷീൻ്റെ പ്രശ്നമാണ്. സീല് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ അളവ് വരുന്നതിൻ്റെ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 ലിറ്റർ അളവിൻ്റെ ഒരു ക്യാനിലാണ് ഇതിപ്പോൾ നമ്മളെ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ചോദിച്ചതാണ്, 1 ലിറ്ററിൻ്റെ ഒരു ക്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അളന്ന് കാണിക്കാമെന്ന്. അവർ പറഞ്ഞത് സർട്ടിഫൈഡ് സാധനമാണെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അളന്ന് കാണിക്കാമെന്നാണ് പറഞ്ഞത്. ഈ 5 ലിറ്റർ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പരിശോധിക്കേണ്ടത് ലീഗൽ മെട്രോളജി വകുപ്പാണ്, കൂടാതെ ഈ ഭാരത് പെട്രോളിയത്തിൻ്റെ ആൾക്കാരുമാണ്. എന്ന് പറയുമ്പോഴേ ഞാനൊരു 250 രൂപയൊക്കെ നമ്മൾ മാറുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോട്ട് ചെയ്യുമല്ലോ. നോർമലായിട്ടൊരു 450 ഒക്കെ നമ്മൾ അടിക്കും. 450 അതേപോലെ ഒരു പോട്ടെ, ഒരു 500 പോട്ടെ റൗണ്ട് ചെയ്തു. ഒരു 500 ആണെങ്കിൽ പോലും നോർമൽ സ്റ്റേജിൽ ഇപ്പോൾ ഒരു കട്ടയൊക്കെ ആണെങ്കിൽ കവർ ചെയ്ത് പോകുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ എത്ര 600 സംതിങ്ങിന് പുറത്ത് പോയി. അപ്പോൾ നോർമലായിട്ട് നമ്മൾ നോക്കുമല്ലോ അത്. കാര്യം ഈ വെബെന്ന് മാത്രമല്ല ഞാൻ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ അടിക്കുമ്പോൾ എല്ലാം ഫുഡ് അങ്ങനെയാണ്, എല്ലാ വെബൊന്നും അങ്ങനെ തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എപ്പോഴും പമ്പിക്കാറുണ്ടല്ലോ. അതാണ് പെട്ടെന്ന് എനിക്ക് കിട്ടിയത് ഈ സംഭവം. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ഏറെ കയറി വരും എന്ന് പറഞ്ഞത്. അത് ഏറെ കയറി വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എയറിൻ്റെ കാശും കൂടെ ഞാൻ തരണമെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സംശയമാണത്. അപ്പം ഞാനത് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്ത് ചെയ്യണം, അത് നീ പൊയ്ക്കോ എന്ന് വെച്ചാൽ മനസ്സിലായില്ല, അത് എന്താ ചെയ്യേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു. ശരി ശരി എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഒരു എന്താ പറയുക, ഇത് ശരിയല്ല. കാര്യം ഇവർ എന്താ പരിപാടി കാണിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷേ ഇത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് 300 രൂപയുടെ കേസല്ല, ഞാൻ പറയുന്നൊരു 300 രൂപയുടെ കേസല്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താ പറയുക, എന്തായാലും ആലോചിച്ചിട്ട് എന്തായാലും ഞാൻ തീരുമാനം എടുക്കും. പമ്പുകാരി പറയുന്നത് അവർ കൃത്യമായിട്ട് അളന്ന് കാണിച്ചിട്ടുണ്ട്. അവരുടെ ലീഗൽ മെട്രോളജി സർട്ടിഫൈ ചെയ്തിട്ടുള്ള അളവ് പാത്രമാണ്. അളവ് പാത്രത്തിൽ കൃത്യമായിട്ട് അവർ 5 ലിറ്റർ അളന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അസ്ലാം പറയുന്നത് ഇത്രയും ഒരു ഉയർന്ന തുകയ്ക്ക് ഒരിക്കലും ഈ വണ്ടിയിൽ അടിച്ചിട്ടില്ല. ഓൾറെഡി ഇതിനകത്ത് 1 ബാറോളം എണ്ണ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും 6 ലിറ്ററോളം അടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ അതിലാണ് അദ്ദേഹത്തിന് ഒരു സംശയമുള്ളത്. പക്ഷേ അവർ കൃത്യമായി അളന്ന് കാണിച്ചിട്ടുണ്ട്. ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ സർട്ടിഫൈ ചെയ്ത പാത്രത്തിലാണ് അത് അളന്ന് കാണിച്ചിരിക്കുന്നത്. എന്തായാലും പരാതി നൽകുമെന്നാണ് അസ്ലാം പറയുന്നത്. അതിന് പരാതിയിൽ അവർ വന്ന് അന്വേഷണം നടത്തട്ടെ. അപ്പോൾ അത് കൃത്യമായിട്ട് അസ്ലാമിൻ്റെ ആ ഒരു പരാതിയിൽ പരിഹാരം കാണും. നിലവിൽ അവർ 5 ലിറ്ററിൻ്റെ അളവിൽ കൃത്യമായിട്ട് അളന്ന് കാണിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ടി അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ്, മറുനാട് TV.